ഒരു മനുഷ്യ ജീവിതവും ക്രിസ്തീയ വിശ്വാസവും അതിൻ്റെ പ്രത്യാശയും എന്ന വിഷയത്തെക്കുറിച്ച് ചില പാഠങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിശ്വാസവും ചെന്നെത്തുന്നത് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലാണ്. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ടുള്ള ശരീരം ജീവനറ്റ് മണ്ണിനോട് ചേർന്നതിന് ശേഷം ശരീരത്തിൽ വസിക്കുന്ന ആത്മാവെന്ന് പറയുന്ന അകത്തെ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി ആത്മീയ മണ്ഡലത്തിൽ ജീവിക്കുന്ന ആ ജീവിതം പ്രത്യാശയായി കണ്ട് വിശ്വസിക്കുന്നവരാണ് അനേക മതങ്ങളും വിശ്വാസങ്ങളും. എന്നാൽ അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്തു പറയുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം ഇപ്രകാരം ചിന്തിപ്പാനിടയായി തീർന്നു. മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തെ അനുഭവിപ്പാൻ അവന് 5 ഇന്ദ്രിയങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് 5 വാതിലുകളാണ്. ഈ 5 വാതിലുകളിൽ കൂടി ലോകം അകത്തേക്ക് പ്രവേശിപ്പാൻ 5 വിഭവങ്ങളായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. വെളിച്ചം, ശബ്ദം, സ്പർശനം, രുചി, ഗന്ധം എന്നിങ്ങനെ 5 ദൈവം സൃഷ്ടിച്ച ലോകത്തെ വിഭാഗിച്ചതിന് ശേഷം ഈ 5 വിഭവങ്ങൾ മനുഷ്യൻ പ്രാപിപ്പാൻ തക്കവണ്ണം 5 വാതിലുകളാൽ നിർമ്മിച്ചിട്ടുള്ളതാണ് മനുഷ്യന്റെ ശരീരം. എന്നാൽ ഈ ശരീരത്തിൽ മനുഷ്യൻ ബാല്യപ്രായം, കൗമാരപ്രായം, യൗവനം, വാർദ്ധക്യം, മരണം എന്നിങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട്. ഈ ഘട്ടങ്ങളിൽ കടന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ തന്നെ ശരീരത്തിൽ ക്ഷയം വരും, വാർദ്ധക്യം വരും, നാശം വരും. എന്തായിരുന്നാലും നിന്നെ മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം എല്ലാ മനുഷ്യരും അവരുടെ ശരീരം മണ്ണിലേക്ക് തിരികെ ചേരേണ്ടതാണ്. ബാല്യം മുതൽ ഈ ശരീരം യൗവനം വരെയും തഴച്ചു വന്നുകൊണ്ടിരിക്കും. യൗവനം കഴിഞ്ഞാൽ വെയിൽ ആറുന്നത് പോലെ അവൻ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കും. അവൻ്റെ അവസാനം മരണം അവനെ കീഴടക്കും. അവൻ മണ്ണിലേക്ക് ചേരും. എന്നാൽ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്നത് യൗവനത്തിൽ തൻ്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക. യൗവനത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞ് അവന് വേണ്ടി ജീവിച്ചാൽ അവനിവിടെ അസ്തമിച്ച് ശരീരം വിട്ട് ആത്മാവ് വേർതിരിയുന്നതിന് മുമ്പേ തന്നെ ഈ ശരീരത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഭൗതിക ദൃഷ്ടി, ഈ മാംസനേത്രം നഷ്ടപ്പെട്ടാലും, മൂക്ക് നഷ്ടപ്പെട്ടാലും, ചെവി, ത്വക്ക്, നാക്ക് ഇതെല്ലാം നഷ്ടപ്പെടും. ഇതെല്ലാം ക്ഷയിക്കും, ദ്രവിക്കും, മരിക്കും. ഇത് ഇങ്ങനെ നഷ്ടപ്പെട്ടാലും ക്ഷയിക്കാത്തതും ദ്രവിക്കാത്തതും ഈ കാണുന്ന ഇന്ദ്രിയങ്ങളെക്കാൾ സ്പഷ്ടതയും വ്യക്തതയുമുള്ളതായ ഒരു ഇന്ദ്രിയ സംവിധാനം ആത്മാവിന് പ്രാപിപ്പാൻ കഴിയും. അത് കർത്താവായ യേശു ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന, ദൈവത്തിൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. ഈ ഇന്ദ്രിയ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും
നിർബന്ധിക്കുന്നതും വിശ്വസിക്കാൻ അവരോട് കൽപ്പിക്കുന്നതും. അങ്ങനെ ഉള്ളവർ മരണസമയമാകുമ്പോഴേക്കും ശരീരം വേർപെട്ടാൽ ഇതിനേക്കാൾ വ്യക്തമായിട്ട് അവന് ആത്മീയ മണ്ഡലങ്ങളിൽ വെളിച്ചത്തെ കാണാം, ശബ്ദത്തെ കേൾക്കാം. ഈ 5 ഇന്ദ്രിയങ്ങൾ സ്പഷ്ടമായിട്ട് അവന് ഉണ്ടായിരിക്കുകയും വിശേഷാൽ ആ ആത്മാവിന് സംസാരിപ്പാൻ ശേഷി പ്രാപിക്കുകയും ചെയ്യും. അവൻ്റെ മുഖം പ്രകാശിക്കും. ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠനത്തിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത്, ഒന്നാമത് നമ്മൾ ഉറപ്പാക്കിയിരിക്കേണ്ടത്, മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആത്മാവെന്ന് പറയുന്ന അകത്തെ മനുഷ്യനുണ്ടോ? ഇത് മരണത്തിൽ ഇത് പുറത്തേക്ക് ഇറങ്ങുമോ? പുറത്തു പോയത് പുനരുത്ഥാനത്തിന് അല്ലെങ്കിൽ കർത്താവ് ജീവിപ്പിക്കുമ്പോൾ തിരികെ വരുമോ? ഇതിന്റെ ഉറപ്പാണ് കഴിഞ്ഞ പാഠത്തിൽ നാം ചിന്തിപ്പാനിടയായി തീർന്നത്. അത് അത്രയും ഭാഗം നിർത്തിയതിന്റെ കാരണം, ഇത് ഓരോന്നോരോന്നായിട്ട് ചിന്തിച്ച് വചനപ്രകാരം ഉറപ്പിച്ചു പോയില്ല എങ്കിൽ നാളെ സംശയം നിൽക്കും. അതുകൊണ്ടാണ്. അതിന് തെളിവായിട്ട് നമ്മൾ വായിച്ചതും ഗ്രഹിച്ചതുമായ കാര്യം, ഏലിയാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ക്ഷാമം ഉണ്ടായപ്പോൾ ഏലിയാവിനെ സാരാഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയച്ചു. വിധവ അവനെ കൈക്കൊണ്ടു. ആ ഇടയ്ക്ക് ആ ഭവനത്തിലൊരു കഷ്ടം സംഭവിച്ചു. അതായത്, ഈ വിധവയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. ഈ മകൻ ചില സാഹചര്യത്തിൽ മരിച്ചു പോകാനിടയായി. അപ്പോൾ വിധവ പ്രവാചകന്റെ നേരെ പിറുപിറുത്തു. പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാനിവിടെ ആശ്രയിച്ചു വന്ന് ജീവിക്കുന്ന നീ ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു കഷ്ടം വരുത്തിയത് എന്താ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. അപ്പൊ ഏലിയാവ് പറയുന്ന വാക്കാണ്, ഈ കുട്ടിയുടെ പ്രാണൻ ഈ കുട്ടിയിലേക്ക് മടങ്ങി വരട്ടെ. അവിടെ പ്രാണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സോളാണ്, അല്ലെങ്കിൽ ദേഹിയാണ്, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനാണ്. ഈ പ്രാണനാണ് അകത്തെ മനുഷ്യൻ. അതിന് ദേഹിയെന്നും പ്രാണനെന്നും ആത്മാവെന്നും വിവിധ നാമകരണങ്ങൾ പലയിടങ്ങളിലും ചെയ്തിട്ടുള്ളതുകൊണ്ട് ആണ് അത് ഇപ്രകാരം അതിൻ്റെ മൂലഭാഷ നോക്കി അത് ഉറപ്പിക്കുന്നു. അതുകൊണ്ടാണ്. അങ്ങനെ ഈ പ്രാർത്ഥനയെ കേട്ട് ഈ കുട്ടിയുടെ പ്രാണൻ അവനിലേക്ക് മടങ്ങി വന്നു. മരിച്ചുപോയ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഈ പ്രാണൻ തിരിച്ചു വന്ന് കയറി അവൻ ജീവിക്കുകയും ചെയ്തു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കാണാനും നമുക്കറിയാനും നമുക്ക് വിശ്വസിക്കാനും ഉറപ്പുറാപ്പാനും സാധിച്ചത് ഇതാണ്: ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവനിൽ നിന്ന് അവൻ്റെ അകത്തെ മനുഷ്യനായിരിക്കുന്ന പ്രാണൻ അല്ലെങ്കിൽ ദേഹി പുറത്തേക്ക് പോകും. ഈ പുറത്തേക്ക് പോകുന്ന ദേഹിയാണ് ഈ ശരീരത്തിലിരിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മുഴുവൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് ഈ ദേഹിയാണ്. മറ്റൊരു വാക്ക് പറഞ്ഞാൽ, ഈ ദേഹിയുടെ നിലവാരം അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ചിട്ടാണ് മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നതും മാനിക്കപ്പെടുന്നതും. കാരണം ഏതെങ്കിലും ഒരു നന്മ ആ മനുഷ്യനിലേക്ക് വന്നാൽ അത് സ്വീകരിക്കേണ്ടതിൻ്റെ പരമാധികാരം ഈ ദേഹിക്കാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് വിശ്വാസമായി തീരുകയും അതിനെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്യുന്നത് ഈ ദേഹിയുടെ നിലവാരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണം പിന്നീട് നമുക്ക് അത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചത്, മരിക്കുമ്പോൾ മനുഷ്യൻ്റെ ദേഹി പുറത്തേക്ക് പോകും. അത് നാളെ കർത്താവ് ജീവിപ്പിക്കുമ്പോൾ അകത്തേക്കും വരും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അതല്ല, ഈ ദേഹിയെ കാണാൻ സാധിക്കുമോ? ഈ ആത്മാവ്, ഈ പ്രാണനെ കാണാൻ സാധിക്കുമോ?
ഇതാണ് ഇന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. കാണണമെങ്കിൽ ഒരു രൂപം വേണം. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന വചനഭാഗമാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഇവര് ഈ ഇവര് ഭൂമിയിൽ നിന്ന് മരിച്ച് പോയവരാ. ഇവരുടെ ശരീരം ഇപ്പോഴും ഭൂമിയിൽ തന്നെ കിടക്കുക, ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന് കാണും. പക്ഷെ അവരുടെ ദേഹി, അതായത് ആത്മാവ്, ഇവിടെ ആത്മാവെന്ന് എഴുതിയിരിക്കുന്നു. ഈ പ്രാണൻ, അത് അകത്തെ മനുഷ്യൻ എന്ന് ചിന്തിച്ചാൽ മതി. ഈ അകത്തെ മനുഷ്യൻ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവരെ വാൾ കൊണ്ട് കൊന്നവരും ഉപദ്രവിച്ച് മരിച്ചവരും പീഡിപ്പിച്ച് കൊന്നവരും ഒക്കെ ഇതിനകത്തുണ്ട്. ആ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവർ ഈ യാഗപീഠത്തിന് കീഴെ ഉണ്ട്. ഈ യാഗപീഠത്തിന് കീഴെ ഇവര് ആയിരിക്കുമ്പോൾ യേശു അവിടെ വന്നപ്പോൾ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്ത്? യേശുവേ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം പ്രതികാരം ചോദിക്കാതിരിക്കും? അപ്പോ ഇവരെ കൊന്നതാ, ഇവരെ കല്ലെറിഞ്ഞു കൊന്നതും ഇവരെ പീഡിപ്പിച്ചു കൊന്നതുമായ മനുഷ്യരാണ് ഇവര്. ഇത് കൊന്നവരിപ്പോഴും ഭൂമിയിലുണ്ട്. അവരോട് എന്താ പ്രതികാരം ചോദിക്കാത്തെ? നീ എന്താ ന്യായവിധി നടത്താത്തെന്നുള്ളത് ഈ ദേഹികൾ ചോദിക്കുക. കർത്താവ് ആ സമയത്ത് അവർക്ക് എല്ലാവർക്കും ഓരോ വെള്ള വസ്ത്രം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു? ആരോട് പറഞ്ഞു? ഈ ദേഹികളോട് പറഞ്ഞു, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. കുറച്ചു നാളോടെ നിങ്ങൾ അടങ്ങി പാർക്കണം. കാരണം നിങ്ങളിന്ന് ഭൂമിയിൽ എൻ്റെ സാക്ഷ്യം മുഖാന്തരം, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സാക്ഷ്യം മുഖാന്തരം കൊല്ലപ്പെട്ടും അറുക്കപ്പെട്ടും ഉപദ്രവിക്കപ്പെട്ടും ഇവിടെ വന്നല്ലോ. ഇതുപോലെ തന്നെ ഇനിയും കുറച്ചു പേര് കൂടി നിങ്ങളുടെ അവസ്ഥയിൽ തന്നെ ഇവിടെ വരാനുണ്ട്. അവരും കൂടി വന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ ന്യായവിധി നടത്താൻ പറ്റുള്ളൂ. അതുവരെയും നിങ്ങൾ സ്വസ്ഥമായി പാർക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അവർക്ക് എല്ലാവർക്കും ഓരോ വെള്ളം നിലയെങ്കി കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ആരെ കണ്ടുവെന്നാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഓർത്തുകൊള്ളണം. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, 6:9 എഴുതിയിരിക്കുകയാണ്, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അപ്പോസ്തലനായ യോഹന്നാൻ യാഗപീഠത്തിന്റെ കീഴിലേക്ക് നോക്കിയപ്പോൾ അറുക്കപ്പെട്ടവരെ അല്ല, അറുക്കപ്പെട്ടവരുടെ ശരീരം ഭൂമിയിലാണ്. അവരുടെ ആത്മാക്കളെ മരിച്ചപ്പോൾ അവരിൽ നിന്ന് പുറത്തുപോയ ആ ആത്മാവിനെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. വിധവയുടെ കുട്ടിയുടെ കാര്യം നമ്മൾ ആദ്യം പഠിച്ചു. അത് ശരീരത്തിൽ നിന്ന് പുറത്തു പോയി. ആ ദേഹിയെ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ തെളിയിക്കുന്നത്. ഇവിടെ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്, ഈ ശരീരം ഭൂമിയിൽ കിടന്നാലും ശരീരത്തെ വിട്ട് പുറത്തേക്ക് പോകുന്ന ആത്മാവ്, ആ ആത്മാവിനെ കാണാൻ സാധിക്കും. എങ്ങനെ കാണാൻ സാധിക്കും? അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. ആത്മാക്കളെ. അപ്പൊ ആത്മാവിനെ കാണാൻ സാധിക്കുമെന്നായി പറഞ്ഞു വരുന്ന സാരം. രണ്ടാമത്, ഈ ആത്മാവിന് സംസാരിപ്പാൻ കഴിയും. ഈ ആത്മാവിന് സംസാരിപ്പാൻ കഴിയും. എന്താ സംസാരിക്കുന്നത്?
വിശുദ്ധനും സത്യവാനുമായ നാഥ. ഇത് അവരുടെ ശരീരം പറയുന്ന വാക്കുകളല്ല. അവരുടെ വായ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന്, അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കല്ല അത്. ഇവരുടെ ആത്മാവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാണ്. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പൊ അവർക്ക് നിലവിളിക്കാനും പറ്റും, അവർക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് അവരുടെ പ്രത്യേകത. ഇത്രയും വന്നപ്പോൾ അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കി കൊടുത്തു. എല്ലാവർക്കും അവരെ വെള്ളം നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. കർത്താവ് അവരോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ദേഹികളോട്, അതായത് ഈ ആത്മാക്കളോട് പറഞ്ഞു. അപ്പൊ അവർക്ക് കേൾക്കാൻ കഴിയും, ഉടയവന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. 3 കാര്യങ്ങൾ അവിടെ തെളിയിക്കപ്പെടുകയാണ്. എന്തൊക്കെ? ശരീരത്തിൽ നിന്ന് വേർപെടുന്ന, മരണത്തിൽ വേർപെടുന്ന ആത്മാവിന് രൂപമുണ്ട്, അതിനെ കാണാൻ കഴിയും. രണ്ടാമത്തത്, അതിന് സംസാരിപ്പാൻ കഴിയും. മൂന്നാമത്തത്, അതിന് കേൾക്കാൻ കഴിയും. നാലാമത്തത്, അതിന് വസ്ത്രം ധരിക്കത്തക്കവണ്ണം, ആത്മീക വസ്ത്രമാണെങ്കിൽ അത് ധരിക്കത്തക്കവണ്ണം ഒരു ശരീരമുണ്ട്. 6:9, വെളിപ്പാട് പുസ്തകം 6:9 ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. അതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ അവിടെ തെളിഞ്ഞു. എന്തൊക്കെ തെളിഞ്ഞു? നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, വിധവയുടെ കുട്ടിയിൽ നിന്ന് മരിച്ചപ്പോൾ ആത്മാവ് പുറത്തുപോയി, ദൈവം ജീവിച്ചപ്പോൾ ആത്മാവ് അകത്തു വന്നു. അപ്പൊ ആത്മാവ് ശരീരം വിട്ട് പുറത്തു പോകാനും തിരികെ വരാനും അതിന് സാധിക്കും. ഇവിടെ നമ്മൾ പഠിച്ചത്, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, ശരീരം വിട്ടു പോകുന്ന ആത്മാവിനെ കാണാൻ സാധിക്കും. അതിനൊരു ശരീരമുണ്ട്, അതിന് സംസാരിക്കാൻ സാധിക്കും, അതിന് കേൾക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങൾ അവിടെ നാം കാണുകയാണ്. അതേ സമയത്ത് തന്നെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, സങ്കീർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ, ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. ദുഷ്ടന്മാർ പാതാളത്തിൽ ലജ്ജിച്ച് മൗനമായിരിക്കട്ടെ. അവർ മൗനമായിരിക്കും. ലജ്ജിച്ച്, മുഖം ലജ്ജിച്ചിരിക്കുകയാണ്, പാതാളത്തിലാണ് താമസം. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗവും ഇതാ തെളിയിക്കുകയാണ്. എന്താ ഒന്നാമത്തെ ഭാഗം തെളിയിച്ചത്? മനുഷ്യൻ ശരീരത്തിൽ നിന്ന് മരണസമയത്ത് അകത്തെ മനുഷ്യൻ പുറത്തേക്ക് പോകും, ജീവിപ്പിക്കുമ്പോൾ അകത്തേക്കും വരും. അങ്ങനെ ഒരു അവസ്ഥ ആത്മാവിനുണ്ട്, അല്ലെങ്കിൽ ദേഹിക്കുണ്ട്. ഇവിടെ നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലായത്, ഈ പുറത്തു പോകുന്ന ആത്മാവിന് ഒരു ശരീരമുണ്ട്, കാണത്തക്ക ഒരു രൂപമുണ്ട്. ഈ ശരീരത്തിൽ ആത്മീക വസ്ത്രം ധരിപ്പാൻ കഴിയും. ഈ ആത്മാവിന് സംസാരിപ്പാൻ സാധിക്കും. ഈ ആത്മാവിന് കേൾക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. പ്രത്യാശയിൽ ഉറപ്പുള്ളവരായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം. എത്രമാത്രം പ്രത്യാശയിൽ ഉറപ്പുണ്ടോ അത്രമാത്രം വിശ്വാസത്തിൽ ധൈര്യം നമുക്ക് വർദ്ധിക്കും. പ്രത്യാശയ്ക്ക് ഭംഗം വന്നാൽ ധൈര്യം പോവും, വിശ്വാസം കുറയും, അത് ആപത്തായി തീരും. അതുകൊണ്ട് സകല സകല വഴികളിലും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളിലുള്ള പ്രത്യാശ ന്യായം ചോദിക്കുന്ന ഏവരോടും ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണമെന്നാണ്. രാത്രി ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പ്രത്യാശയെക്കുറിച്ച് അവർക്ക് നമുക്ക് ധൈര്യം ഉണ്ടാകണം. നാളെ എന്ത് സംഭവിക്കും? നാളെ മരണത്തിൽ എന്ത് സംഭവിക്കും? ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും? ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് എന്താണ് നമ്മുടെ പ്രയോജനം? ഇത് മുഴുവനും സംശയമില്ലാതെ പറയാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ പഠിച്ചും
നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നവൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഊഹാപോഹങ്ങളിലല്ല, പിന്നെയോ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരുന്ന് ആ പ്രത്യാശയിലും വിശ്വാസത്തിലും മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.